സുരേഷ് ഗോപിയുടെ മറുപടി പറയണമെന്ന ചോദ്യത്തെ കുറച്ചുകൂടെ വിശാലമാക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 11 വർഷമായി ഒരു വാർത്താ സമ്മേളനം പോലും നടത്താത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി. എല്ലാ ബുധനാഴ്ചയും കേരളത്തിലെ മുഖ്യമന്ത്രിമാർ ക്യാബിനറ്റ് ബ്രീഫിംഗ് നടത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് വർഷങ്ങളായി ചെയ്യാത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അങ്ങനെയുള്ള ഒരു നാട്ടിൽ, അങ്ങനെയുള്ളൊരു രാജ്യത്ത് സുരേഷ് ഗോപി കഴിഞ്ഞ 19 ദിവസമായി സംസാരിക്കുന്നില്ല. ഈ കോണ്ടെക്സ്റ്റിലാണ് സുരേഷ് ഗോപി മറുപടി പറയണ്ടേ, സുരേഷ് ഗോപിയും മറുപടി പറയണ്ടേ എന്നുള്ളതാണ് ആ ചോദ്യത്തെ ഞാനൊന്ന് പരിഷ്കരിക്കുക. സുരേഷ് ഗോപി ഇത് ആദ്യമായിട്ടല്ല മാധ്യമങ്ങളോട് മുഖം തിരിക്കുന്നത്. അദ്ദേഹത്തിന് ചിലപ്പോൾ ദേഷ്യം വരും, അദ്ദേഹത്തിന് ചിലപ്പോൾ സങ്കടം വരും. അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് പോലും അറിയില്ല എന്ന് തോന്നുന്നു. എൻ്റെ ഓർമ്മയിൽ ഒരു 5 പ്രാവശ്യമെങ്കിലും സുരേഷ് ഗോപി ഇതിനു മുമ്പ് മാധ്യമങ്ങളോട് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പ് ജബൽപൂരിൽ ഒരു പുരോഹിതനെതിരെ ആക്രമണം ഉണ്ടാകുമ്പോൾ സുരേഷ് ഗോപിയോട് ചോദിക്കുമ്പോൾ ആരാ, നിങ്ങളാരാ, മീഡിയ, എന്ത് മീഡിയ എന്ന് ചോദിച്ചിട്ട് പൊട്ടിത്തെറിച്ച് പോകുന്നു. എല്ലാവരും ഞെട്ടുകയാണ്. അതിനുശേഷം വയനാട് സംഭവത്തിൽ പ്രധാനമന്ത്രി വന്ന് പറഞ്ഞിട്ട് പോയി, ഒന്നും തന്നില്ലല്ലോ, അത് നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കുക. എനിക്ക് ഇഷ്ടമായില്ല നിങ്ങളുടെ ചോദ്യം. എല്ലാം വളരെ സിനിമാ സ്റ്റൈലിൽ, താളത്തിൽ, വോയിസ് മോഡുലേഷനിൽ അദ്ദേഹം രണ്ടാമത്തെ പ്രതികരണം. പിന്നീട് അമ്മയുടെ ഇഷ്യൂവിനകത്ത് ഗണേശനെ കുറിച്ചൊരു ചോദ്യം വന്നപ്പോൾ അദ്ദേഹം നിങ്ങളൊരു വലിയ സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിക്കുക, ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ വീട്ടിലെ കാര്യം ചോദിക്കണം, ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓഫീസിലെ കാര്യങ്ങൾ ചോദിക്കണം. അവിടെയും സുരേഷ് ഗോപി ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് എന്തൊക്കെയോ പറയുകയാണ്. ഈ 3 കാര്യത്തിലും നമ്മൾ സുരേഷ് ഗോപി ശരിക്കും ഇങ്ങനെയാണോ എന്ന് നമ്മൾ ഞെട്ടിക്കുന്നു. അപ്പോഴാണ് വീണ്ടും ഒരു സാധനം വരുന്നു. സുരേഷ് ഗോപി ഒരു മാധ്യമപ്രവർത്തകയോട് മോശമായി പെരുമാറി എന്ന രീതിയിൽ പരാതിയൊക്കെ വരുന്ന ഒരു സമയത്ത് നോ ബോഡി ടച്ചിങ് എന്ന് പറഞ്ഞ പുള്ളി കളിയാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നു. ഏറ്റവും അവസാനം തൃശ്ശൂർ പൂരം അലങ്കോലമായ സംഭവത്തിൽ അദ്ദേഹം ആംബുലൻസിൽ വന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് ഞാൻ CBIയോട് പറഞ്ഞോളാം, നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല, ഇങ്ങനെയും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്. ആ സുരേഷ് ഗോപിയാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് ഇന്നൊരു ദിവസമല്ല കഴിഞ്ഞ ദിവസവുമൊക്കെ ഒരക്ഷരം സംസാരിക്കാതെ അദ്ദേഹം പോവുകയും അദ്ദേഹം ഇന്നും ഓർത്തിരിക്കാനൊരു ഡയലോഗ് പറഞ്ഞു, ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് നന്ദി. സുരേഷ് ഗോപി ആയാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയാലും ഇതിനൊക്കെ ഒരു തുടർച്ചയുണ്ട്, ഇതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. കൂടുതൽ ആളുകൾ മാധ്യമങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുകയും മാധ്യമങ്ങളോട് സംസാരിക്കാൻ സൗകര്യമില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മാധ്യമങ്ങളെ അങ്ങനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു കാലത്ത് ജനങ്ങളോട് സംസാരിക്കാൻ മാധ്യമങ്ങൾ മാത്രമുണ്ടായിരുന്ന ഒരു കാലത്താണ് മാധ്യമ സ്വാതന്ത്ര്യമെന്ന്, മാധ്യമങ്ങൾ എന്തോ മഹാസംഭവമാണെന്നും രാഷ്ട്രീയ നേതാക്കളും ജനങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കേണ്ട ആവശ്യം രാഷ്ട്രീയ പ്രവർത്തകർക്കില്ല എന്ന് വന്നപ്പോഴാണ് അവരുടെ തനി സ്വരൂപം പുറത്തു വരുന്നത്. മാധ്യമങ്ങളില്ലെങ്കിലും ജനങ്ങളോട് സംസാരിക്കാം, കാരണം സോഷ്യൽ മീഡിയ ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങളുണ്ട്. സ്വന്തമായി ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിലിടാം. അപ്പോൾ മാധ്യമങ്ങൾ വേണ്ട എന്നുള്ള ഒരു നിലപാടിലേക്ക് വരുന്നു. അപ്പോൾ ചരിത്രപരമായൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. സുരേഷ് ഗോപിക്ക് മുമ്പേ ആളുകളത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇതിലെല്ലാമുണ്ട്. അപ്പോൾ സുരേഷ് ഗോപിയെ ഒറ്റയ്ക്ക് വളഞ്ഞിട്ട് ആക്രമിക്കേണ്ട. സുരേഷ് ഗോപി മാത്രമല്ല എനിക്ക് സംസാരിക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞും പറയാതെയും മാധ്യമങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, എൻ്റെ പ്രശ്നം, സുരേഷ് ഗോപി മാധ്യമങ്ങളോട് സംസാരിക്കേണ്ട, പക്ഷേ സുരേഷ് ഗോപി ആരോടെങ്കിലും സംസാരിക്കണ്ടേ ജനങ്ങളിലേക്ക് കാര്യങ്ങൾ പറയാൻ? എൻ്റെ അറിവിൽ കഴിഞ്ഞ 19 ദിവസം, അതായത് 2 കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ ആക്രമിക്കപ്പെട്ടതിന് ശേഷം സുരേഷ് ഗോപി ഒരിടത്തും ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ഒന്നും അദ്ദേഹം നടത്തിയിട്ടില്ല, ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല, ഒരു തരത്തിലുള്ള പ്രതികരണവുമില്ല. സുരേഷ് ഗോപി പിണങ്ങി എന്ന മട്ടിലാണ് നമുക്ക് പലപ്പോഴും കാര്യങ്ങൾ കേൾക്കുമ്പോൾ തോന്നുക. എന്തുകൊണ്ടാണ്? സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് തീരുമാനിച്ച ആ നിമിഷം മുതൽ ജനങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കാൻ എങ്ങനെയെങ്കിലും മാധ്യമങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ചോളൂ, മാധ്യമങ്ങളെ എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ. സുരേഷ് ഗോപി ഒരു സമയത്ത് പ്രതികരിച്ചത് ഇത് നിങ്ങളുടെ തീറ്റയാണ് എന്നാണ്. തീറ്റയാണ്, അതുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കില്ല, വേണ്ട, സംസാരിക്കേണ്ട. പക്ഷേ ജനങ്ങളോട് താങ്കൾ സംസാരിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, തൃശ്ശൂർ പോലൊരു മണ്ഡലത്തിൽ ക്രിസ്ത്യാനികളുടെ വോട്ടൊക്കെ നേടി താങ്കൾ ജയിച്ചു എന്ന് പറയുന്നു. അത് എതിർപക്ഷത്തിൻ്റെ ആരോപണമാണെന്നിരിക്കും. പക്ഷേ അങ്ങ് തന്നെ പള്ളികളിലും അരമനകളിലൊക്കെ പോയി വലിയ കാര്യമായി സംസാരിച്ചതാണ്. അപ്പോൾ അവിടെ ഒരു വിഷയം വന്നപ്പോൾ താങ്കളോട് ആളുകൾ പ്രതികരണം ചോദിക്കുമ്പോൾ താങ്കൾക്ക് മുഖം തിരിക്കാനുള്ള അവകാശമില്ല. താങ്കളൊരു പൊതുപ്രവർത്തകനാണ്, സ്വകാര്യ വ്യക്തിയല്ല. ഇനി ഞങ്ങളോട് പറയണ്ടെങ്കിൽ ആരോടെങ്കിലുമൊക്കെ പറയണം. അപ്പോൾ സുരേഷ് ഗോപി ഫാൻസ് പറയുന്നത് സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ ആദ്യം കണ്ടത് അദ്ദേഹമാണ്, അതിനുശേഷമാണ് കേരളത്തിലെ BJP ഇതിൽ ഇടപെടുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ സഭയും കേരളത്തിലെ സഭാ നേതാക്കന്മാരും ഇതിനുശേഷം പലതവണ മാധ്യമങ്ങളെ കണ്ടല്ലോ. അവരെല്ലാം പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്കൊക്കെ നന്ദി പറഞ്ഞു. ഇവരാരും സുരേഷ് ഗോപിയെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ആ കഥയിൽ അത്ര വിശ്വസിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ സുരേഷ് ഗോപി മറുപടി പറയണം. അതിനുശേഷം 3 ദിവസത്തിന് ശേഷം കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമാകുന്നു. സുരേഷ് ഗോപിയുടെ നാട്ടിൽ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അടക്കമുള്ള ആളുകൾ കള്ള വോട്ട് ചെയ്തെന്നും അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ
പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയെന്നുമാണ് ആരോപണം. വളരെ ഗുരുതരമായ ആരോപണമാണ്. അത് തെളിവ് സഹിതം ഇങ്ങനെ ഓരോന്നോരോന്നേ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴെങ്കിലും മറുപടി പറയാനുള്ള ബാധ്യത സുരേഷ് ഗോപിക്കില്ലേ? സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഇപ്പോഴും വിചാരിക്കുന്നത് അദ്ദേഹം ഒരു നടനാണ്. ആ നടന് സംസാരിക്കും, നടനൊരു സ്വകാര്യതയുണ്ട്, നടനെ സംസാരിക്കാനുള്ള അപ്പോയിൻമെൻറ്റ് എടുക്കണം, അങ്ങനെയാണോ അങ്ങ് കരുതുന്നത്? അതോ സുരേഷ് ഗോപിക്ക് പിണക്കമാണോ? എല്ലാവരും അദ്ദേഹത്തോട് വളരെ മോശമായി പെരുമാറിയെന്നാണോ? ഇത് എന്തു തന്നെയായാലും സുരേഷ് ഗോപി എന്ന് പറഞ്ഞ MP, സുരേഷ് ഗോപി എന്ന് പറഞ്ഞ പൊതുപ്രവർത്തകന് ജനങ്ങളോട് സംസാരിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം ഓർമ്മിപ്പിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്തത്. മാധ്യമങ്ങൾക്കുള്ള പുലഭ്യവിളി ഇനിയും തുടർന്നുള്ളൂ. ഇന്ന് BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് വളരെ രസകരമായി സുരേഷ് ഗോപിക്ക് വേണ്ടി സംസാരിച്ചു. ഏറ്റവും അവസാനം ഒരു ഗോൾ അടിച്ചു. സുരേഷ് ഗോപി കള്ളവോട്ട് ചെയ്തെന്നാണല്ലോ പറയുന്നത്. ഈ 70,000 വോട്ടും സുരേഷ് ഗോപി കള്ളവോട്ട് ചെയ്തതാണോ? എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 99 ചെയ്തു എന്നാണോ എന്ന് പറഞ്ഞെന്നറിയില്ല. അപ്പോൾ സുരേഷ് ഗോപിക്ക് വേണ്ടി ഇറങ്ങി കളിക്കുന്ന ആളുകൾ ആരാണ്? അവർ പറയുന്നത് എന്താണ്? ഇത് കാണുമ്പോഴെങ്കിലും തനിക്ക് പറയാനുള്ള കാര്യം ഒരു 4 വരി ഒരു കടലാസിൽ എഴുതി എവിടെയെങ്കിലും ഒന്ന് പ്രസിദ്ധീകരിക്കണ്ടേ? ഒരു ഫേസ്ബുക്ക് പോസ്റ്റെങ്കിലും ഇട്ടാൽ മതി. ശ്രീ സുരേഷ് ഗോപി, താങ്കളുടെ പ്രതികരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നു, ജനങ്ങൾ കാത്തിരിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ജനാധിപത്യം അങ്ങനെയാണ്, ജനാധിപത്യത്തിൻ്റെ രീതി അങ്ങനെയാണ്. തൃശ്ശൂർ എടുക്കാനിങ്ങി വന്നപ്പോൾ താങ്കൾ എല്ലാവരോടും എല്ലാ സ്ഥലങ്ങളിലും കയറിയിറങ്ങുകയും വോട്ടഭ്യർത്ഥിക്കുകയും ചെയ്തില്ലേ? എപ്പോഴും സംഭാഷണം 2 വേ ആണ്. താങ്കൾക്ക് പറയാനുള്ളത് പറയും, തിരിച്ചു മറുപടി ഉണ്ടാവും. അവിടെയാണ് മാധ്യമങ്ങളുടെ പ്രസക്തി. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഈ പുതിയ കാലത്ത് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് തിരിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏത് സംവിധാനത്തോടും രാഷ്ട്രീയ പ്രവർത്തകർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും പ്രധാനപ്പെട്ട എല്ലാവർക്കും വെറുപ്പാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം മൻ കി ബാത്താണ്. വൺ വേ കമ്മ്യൂണിക്കേഷൻ, റേഡിയോ അങ്ങോട്ട് പറയും. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമന്ത്രി വലിയ വാർത്താ സമ്മേളനങ്ങൾ ഒഴിവാക്കി വളരെ രസകരമായി ഇൻ്റർവ്യൂസ് കൊടുത്തു മാധ്യമങ്ങൾക്ക്. ഇംഗ്ലീഷ് മാധ്യമങ്ങൾക്കാണ് പ്രധാനമായും കൊടുത്തത്. അതിൻ്റെ കഥ എങ്ങനെയാണെന്ന് അറിയാം. എനിക്ക് നേരിട്ടറിയാം, ഡൽഹിയിലുണ്ടായിരുന്നതുകൊണ്ട്. വളരെ കൃത്യമായി സർക്കാരിൻ്റെ ക്യാമറ, സർക്കാരിൻ്റെ എഡിറ്റിംഗ് എന്ന് വെച്ചാൽ ചോദ്യം അടക്കം എഴുതി കൊടുത്ത് അകത്ത് കയറുക. ടെലിവിഷനിലാണെങ്കിൽ ആ ചോദ്യം ചോദിക്കുക, ആ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയും, അതിനുശേഷം കയ്യും പൂട്ടി തിരിച്ചു പോരുക. ഈ ഇൻ്റർവ്യൂ എഡിറ്റ് ചെയ്ത് ടേപ്പിലാക്കി തിരിച്ച് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന നിമിഷമേ അറിയൂ ഇതിനകത്ത് എന്തൊക്കെയുണ്ട് എന്തൊക്കെ ഇല്ല എന്നുള്ളത്. അങ്ങനെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അഭിമുഖങ്ങൾ നടത്തിയത്. ഞാൻ ഉത്തരവാദിത്തോടു കൂടി പറയാണ്, അങ്ങനെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെ എല്ലാ മാധ്യമങ്ങളുടെയും ഇൻ്റർവ്യൂ നടത്തിയത്. ഒരു മാധ്യമം പോലും, ഏതെങ്കിലും മാധ്യമം അങ്ങനെ ഒരു ഇൻ്റർവ്യൂ വേണ്ട എന്ന് പറഞ്ഞോന്ന് എനിക്കറിയില്ല. പക്ഷേ അവസരം കിട്ടിയവരെല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്തത്. പത്രമാണെങ്കിലോ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരേണ്ടതെന്നുള്ളത് ഉത്തരം അച്ചടിച്ചു വരും. ഇങ്ങനെയൊരു കാലത്ത് സുരേഷ് ഗോപി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സുരേഷ് ഗോപി ഒരു തരത്തിലുമുള്ള ആളുകളോട് എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ മറ്റൊരു വഴിയിലേക്ക് അദ്ദേഹം തിരിയുകയാണ്. മൻ കി ബാത്ത് സംസാരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം എൻ്റെ പ്രത്യേകത എന്താ? എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ പറയും. അത് നിങ്ങൾ കേൾക്കണം. ഇതാണ് രീതി. അത് രാജ്യം ഭരിക്കുന്ന, സംസ്ഥാനം ഭരിക്കുന്ന ആളുകൾക്കൊരു താല്പര്യമായി മാറിയ ഒരു കാലത്ത്, സോഷ്യൽ മീഡിയയുടെ കാലത്ത് സുരേഷ് ഗോപി അത് പറ്റാത്തത് കൊണ്ട് എന്നാൽ പുറത്തിറങ്ങി നടക്കുകയും വേണം. അദ്ദേഹം ഒരു വല്ലാത്ത വിമിഷ്ടത്തിൽ നിൽക്കുകയാണ്. 19 ദിവസം കഴിയുന്നു. നാളെയെങ്കിലും സംസാരിക്കണമായിരിക്കും. പക്ഷേ സുരേഷ് ഗോപി ഇന്ന് മിണ്ടാതിരിക്കുമ്പോൾ ഉയരുന്ന ചോദ്യം, ഇന്ത്യയിലടക്കം മാധ്യമങ്ങളോട് നേരെ ചൊവ്വേ സംസാരിക്കാത്ത മാധ്യമങ്ങളുടെ, അല്ലെങ്കിൽ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ വേറൊരു ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. വാർത്താ സമ്മേളനമാണ്, 1 മണിക്കൂറായിരിക്കും. 45 മിനിറ്റ് പറയേണ്ട ആൾ പറയും. അവസാനത്തെ 15 മിനിറ്റിൽ ചോദ്യങ്ങളുണ്ടാവും. പെട്ടെന്ന് പ്ലാൻ ചെയ്ത് 3-4 ചോദ്യങ്ങൾ വരും, അതിന് മറുപടി പറയും, അദ്ദേഹം എഴുന്നേറ്റ് പോകും. അങ്ങനെയും നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ, കേരളത്തിൽ. അപ്പോൾ ഒരു തരത്തിലും 2 ചോദ്യവും ഉത്തരവും, അതിനുള്ള മറുചോദ്യം, അതിനുള്ള ഉത്തരം, അങ്ങനെയുള്ളൊരു സംഭാഷണത്തെ ഭയക്കുന്ന ഒരു പുതിയ കാലത്താണ്. അതിൻ്റെ ഒരു ഉൽപ്പന്നം മാത്രമാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ നേരാം വണ്ണം മറുപടി പറയണം. സുരേഷ് ഗോപി മാത്രമല്ല, സുരേഷ് ഗോപി അടക്കമുള്ളവർ നേരാം വണ്ണം ചോദ്യോത്തരങ്ങൾക്ക് മുമ്പിൽ ഇരിക്കണം. റൈറ്റ്. Meet the editors.